നമസ്കാരം. ഫ്രഷ് വീൽസിൻ്റെ ഫാമിലി മാറ്റേഴ്സ് എന്ന സീരീസിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ഉള്ളത് ജോർജ് കുളങ്ങര സാറാണ്. ജീവിതത്തിന് വേണ്ട നൈപുണ്യങ്ങൾ, ലൈഫ് സ്കിൽസിനെ പറ്റിയിട്ടാണ് സാറ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് സാർ ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. സാർ ഏതാണത്? ഡിസിഷൻ മേക്കിംഗ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഡിസിഷൻ മേക്കിംഗ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഓരോ ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡിലും ഓരോ നിമിഷവും നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഞെട്ടഞ്ഞെട്ട തീരുമാനം എടുക്കേണ്ടതുണ്ട്, ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടതുണ്ട്, കുടുംബാംഗങ്ങളുമായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടതുണ്ട്, പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുക്കേണ്ടതുണ്ട്, ജില്ലാ കമ്മിറ്റി തീരുമാനം എടുക്കേണ്ടതുണ്ടായിട്ടുണ്ട്, അസംബ്ലി തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്, പാർലമെൻറ്റിൽ തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്, ഐക്യരാഷ്ട്രസംഘം UN തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ തീരുമാനം ഡിസിഷൻ എവിടെ ചെന്നാലും ഡിസിഷൻസ്. കുട്ടികളുടെ ഇടയിൽ ഡിസിഷൻ എടുക്കണം, മാതാപിതാക്കളുടെ ഡിസിഷൻ എടുക്കണം, അധ്യാപകരുടെ ഡിസിഷൻ എടുക്കണം. അങ്ങനെ ഡിസിഷൻ തീരുമാനങ്ങൾ, കാര്യങ്ങൾക്ക് തീരുമാനം, ചർച്ചകളെ തീരുമാനം. ഇത് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സിലബസിലെ അവിഭാജ്യമായിട്ടുള്ളൊരു ഘടകമാണ്. ഇതിനെ ഒഴിവാക്കി നമുക്കങ്ങനെ ജീവിക്കാൻ സാധിക്കും. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്ത് തീരുമാനങ്ങൾ, ഉചിതമായ തീരുമാനം എടുക്കാൻ കഴിയണം. വളരെ ക്രിയേറ്റീവായിട്ടുള്ള തീരുമാനം എടുക്കാൻ കഴിയണം. സർഗാത്മകമായ തീരുമാനം എടുക്കാൻ കഴിയണം. ഈ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വലിയൊരു പ്രക്രിയ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ജീവിതത്തിലെ ചോദ്യങ്ങളേ ഉള്ളൂ, ഉത്തരങ്ങൾ രണ്ടാമതാണ് വരുന്നത്. ആദ്യം ചോദ്യമാണ് വരുന്നത്. ചോദ്യങ്ങൾ വരണമെങ്കിൽ എന്ത് വേണം? സംശയങ്ങളുണ്ടാവണം. സംശയങ്ങളുള്ളതേ ചോദ്യം വരുള്ളൂ. സംശയം ഉണ്ടാകണം എന്ത് ചെയ്യണം? ചിന്തകൾ വേണം. നമ്മൾ നിരീക്ഷിക്കണം, ചിന്തിക്കണം, മനസ്സിലാക്കണം, ശ്രമിക്കണം. അങ്ങനെ വരുമ്പോഴാണ് സംശയം വരുന്നത്. സംശയം വരുന്നിടത്താണ് ചോദ്യങ്ങൾ വരുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഉത്തരങ്ങൾ വരുന്നത്. ഉത്തരം ലാസ്റ്റ്. നമ്മുടെ സാധാരണഗതിയിൽ ഉത്തരം ആദ്യം പഠിപ്പിക്കും, ചോദ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു പിടിയില്ല. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയുണ്ട്. അതിൽ നിന്ന് മാറ്റം വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന ചിന്താഗതി കുഞ്ഞുനാൾ മുതൽ കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ കൊടുക്കണം. എൻ്റെ കുഞ്ഞുനാളിൽ എനിക്കായിട്ട് 4-5 വയസ്സ് കാണും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഗ്രാൻഡ് ഫാദറുമായിട്ടായിരുന്നു എൻ്റെ കമ്പനി മുഴുവനും. ആ 5 വയസ്സിൽ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അർത്തങ്കപ്പള്ളിയിലെ പെരുന്നാളിന് എന്നെ കൂടെ കൊണ്ടുപോയി. അപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ പിന്നെ ഗ്രാൻഡ് മദറുണ്ട്, എൻ്റെ വല്യമ്മയുണ്ട്, വല്യപ്പനുണ്ട്, വല്യപ്പൻ്റെ അളിയന്മാർ, അവരുടെ ഭാര്യമാർ, മക്കൾ എല്ലാം കൂടെ കൂട്ടി 10-15-20 പേരുണ്ട് ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിലെ ഏറ്റവും കുഞ്ഞ് ചെറുക്കൻ എന്ന് പറയുന്നത് ഞാനാണ്. ഒരു കുഞ്ഞ് നിക്കറുമൊക്കെ ഇട്ട്. അപ്പം ഗ്രാൻഡ് ഫാദർ എന്നോട് പറഞ്ഞു, എടാ നമുക്ക് അർത്തങ്കപ്പള്ളിയിൽ പോയി. നമുക്കറിയത്തില്ല അർത്തങ്കപ്പള്ളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും പിടികിട്ടില്ല. അപ്പം യാത്ര ചെയ്യാം, ബസ്സേ കയറാം, ആ ഒരു വലിയ ഉത്സാഹമാണ്. അപ്പോൾ ഇത് കിട്ടിയ മുതൽ എന്ത് ചെയ്യുന്നു, ഞാൻ ഒരു നിക്കറ 6-7 പ്രാവശ്യം കൊണ്ടുപോയി. അന്ന് ഈ പാറ കുഴിയുണ്ട്, അതിൻ്റെ അകത്തൂടെ വെള്ളമുണ്ട്, അതിൻ്റെ അകത്ത് കൊണ്ടുപോയി ഇതിനെ അലക്കുകയൊക്കെ ചെയ്യുന്നത്. 6-7 പ്രാവശ്യം നിക്കർ ഞാൻ കൊണ്ടുപോയി അലക്കി. എന്നുവെച്ചാൽ ഈ യാത്ര പോകാനുള്ള ആ ഉത്സാഹത്തിൻ്റെ, ആധിക്യത്തിൻ്റെ, അതിൻ്റെ ക്ലൈമാക്സ് കാരണം ചെളി പറ്റാൻ പാടില്ലല്ലോ. എവിടെയെങ്കിലും മടങ്ങിയിരുന്ന് കഴിഞ്ഞാൽ അപ്പോഴേ കൊണ്ടുപോയി വീണ്ടും നനയ്ക്കും. അത് വെയിലത്തിട്ട് പാറയിലിട്ട് ഉണങ്ങും, വെക്കും. അത് ഇസ്തിരി ഇടുന്ന പരിപാടിയൊന്നുമില്ല, ഉണങ്ങി വെക്കുന്നു. ആ ആവേശകരമായ യാത്ര ഞാനിപ്പോഴും ഓർക്കുക. അപ്പോൾ ഈ ജീവിതത്തിലെ കുഞ്ഞുങ്ങൾക്ക് ആവേശം പകരാൻ കഴിയണം. ഈ ആവേശം പകരാൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒത്തിരി പ്രോബ്ലംസ് വരും. ആ പ്രോബ്ലംസ് 1 by 1 ആയിട്ട് നിർദ്ധാരണം ചെയ്യാം. അതിനെ രസകരമായി, ആസ്വാദ്യകരമായി നിർദ്ധാരണം ചെയ്യാൻ കഴിയണം. ഇപ്പോഴും ഞങ്ങളുടെ മരങ്ങാട്ടുള്ളിൽ നിന്ന് ഒരു ബസ്സേ കയറി വൈക്കത്തിറങ്ങിയെന്നും, വൈക്കത്തുനിന്ന് ബോട്ടേ കയറി കവണാറ്റം കയറി അപ്പുറം അവിടെ ചെന്നിറങ്ങുകയും അവിടെ നിന്ന് പിന്നെ ആ ചേർത്തല ആ ഭാഗത്ത് നിന്ന് നടന്നാണ് അർത്ഥങ്ങൾ ചെന്നത് ഞാനിപ്പോഴും ഓർക്കുക. അപ്പോൾ അതിൽ നിന്ന് അനുഭവിച്ച കഷ്ടപ്പാടുകളും വേദനകളും വെയിലും ചൂടും ദാഹവും വിശപ്പും എല്ലാം സഹിച്ചുള്ള ആ യാത്ര ഇപ്പോഴും ഒരു പക്ഷേ ഈ ലോകസഞ്ചാര യാത്രയുടെ ആദ്യത്തെ യാത്രയാണ് ഈ അർത്തങ്കപ്പള്ളിയിലെ പെരുന്നാൾ. രാത്രി പെരുന്നാളെല്ലാം കൂടിയിട്ട് വീണ്ടും കടൽ തീരത്ത് കൂടി ആലപ്പുഴയ്ക്ക് നടക്കുക, അന്ന് രാത്രിയിൽ ഒരു ഇളം ലാവുവട്ടത്തിൽ. അപ്പോൾ അത് വളരെ വേദന, വിശന്നിട്ട് പല പ്രശ്നങ്ങളും അവിടെ വന്നു. പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് പോകുന്ന. അപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ധാരാളം അനുഭവങ്ങളുണ്ടാവണം. അത് ചിലപ്പം വേദന ഉണ്ടാവും അനുഭവങ്ങൾ, പക്ഷേ ആ വേദന അനുഭവം മൂലധനമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സിറ്റുവേഷനിലും ടക്ക് ഡിസിഷൻ എടുക്കാൻ കുഞ്ഞുങ്ങൾക്ക് പ്രാപ്തരാക്കണം. അവർക്ക് പ്രശ്നങ്ങൾ കൊടുക്കണം, പ്രായത്തിനനുസരിച്ച പ്രശ്നങ്ങൾ കൊടുക്കണം, പ്രായത്തിനനുസരിച്ച് തൊഴിലുകൾ കൊടുക്കണം. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ധാരാളം ആടുണ്ട്, പശുവുണ്ട്, കാളയുണ്ട്. ഇതിനെയൊക്കെ മേയ്ക്കാൻ പോകണം, തീറ്റാൻ പോകണം, പുല്ല് വെട്ടാൻ പോകണം, കുളിപ്പിക്കാൻ പോകണം, പറമ്പിൽ കൊണ്ടുപോയി കെട്ടാൻ പോകണം, അഴിച്ചു കൊണ്ടുവരാൻ പോകണം, മഴയത്തും വെയിലത്തും
രാവിലെയും വൈകിട്ടും അതിനിടയ്ക്ക് സ്കൂളിൽ പോകണം, പഠിക്കണം, മരത്തെ കയറി ഷവറ് വെട്ടണം, കമ്പ് വെട്ടണം, കിളയ്ക്കാൻ കൂടണം. ഇതെല്ലാം കൂടെ കിട്ടിയ ഒരു ജീവിത അനുഭവം എന്ത് ചെയ്യുന്നു, പിന്നീട് നമ്മൾ തളരാത്ത ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അന്ന് നമുക്കത്ര ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. പക്ഷേ ഏത് സാഹചര്യം നേരിടാനുള്ള ചങ്കൂറ്റവും കരുത്തും പ്രാപ്തിയും തീരുമാനം എടുക്കാനുള്ള ശക്തി എല്ലാം കിട്ടിയതെന്ന് പറഞ്ഞാൽ ആ ചെറുപ്പകാലത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ ഒരു തീവ്രമായ അനുഭവമാണ്. എല്ലാ കാര്യങ്ങളിലും എൻ്റെ പിതാവ് കർഷകനായിരുന്നു, പക്ഷേ കൃഷിയോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങളെ ഉൾപ്പെടുത്തുമായിരുന്നു. അതോടൊപ്പം ആ കൃഷിയോടൊപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കൃഷിയുണ്ട്. ആ സ്വന്തം കൃഷിയിൽ നിന്ന് ഞങ്ങളുടെ പോക്കറ്റ് മണിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഉത്സാഹം. ഇഞ്ചി കൃഷിയുണ്ട്. ഇഞ്ചി കൃഷി കഴിഞ്ഞിട്ട് കുറേ വിത്ത് മിച്ചം വരും. അതെല്ലാം കൂടെ ഞങ്ങളോട് പറയും, നിങ്ങൾ കൊണ്ടുപോയി നട്ടോളാൻ പറയും. പെരുന്നാളിനുള്ള പൈസയല്ലേ. എന്നാ ഉത്സാഹിച്ച് കിളയും നടിയിലും എല്ലാവാ. അപ്പം ഇങ്ങനെ ജീവിതത്തിലെ പ്രോബ്ലംസ് അല്ലെങ്കിൽ അതിൽ നിന്നും ശരിയായ ഡിസിഷൻ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കുഞ്ഞുങ്ങൾക്ക് പ്രോബ്ലം കൊടുത്തേ മതിയാവൂ. പ്രായത്തിനനുസരിച്ച് അവരുടെ ഏജിനനുസരിച്ച് തക്കതായ ഭയങ്കര പ്രോബ്ലം അല്ല. അപ്പോൾ അങ്ങനെ നിർദ്ധാരണം ചെയ്ത് അതിനെ പരിഹരിച്ച് ഏത് പ്രശ്നം വന്നാലും പരിഹരിക്കാനുള്ള ഒരു ശീലം ഉണ്ടാകും. ഇന്ന് കുടുംബജീവിതത്തിൻ്റെ ദാരിദ്ര്യം എന്താ, ദുരന്തം എന്താ? കോട്ടയം ജില്ലയിൽ 2 കുടുംബ കോടതികളാണ് ഉള്ളത്. ഒന്ന് ഏറ്റുമാനൂരും ഒന്ന് പാലായിലും. ഏതാണ്ട് 25,000 ഡൈവേഴ്സ് കേസുകൾ രജിസ്റ്റർ ചെയ്ത് കിടക്കുക. 25,000 ഡൈവേഴ്സ് കേസുകൾ കോട്ടയം ജില്ലയിൽ. ഇനി ഡൈവേഴ്സ് കേസിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നവരെത്ര പേരുണ്ട്? അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് എന്താ, കുടുംബജീവിതത്തിൽ അവർക്ക് ഉചിതമായൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. കാരണം ചർച്ച ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇഷ്യൂകൾ കാണും, അത് ചർച്ച ചെയ്ത് അവിടെ പരിഹരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ജീവിതം പരാജയപ്പെടുക. കുടുംബജീവിതം പരാജയപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു, കുടുംബം പരാജയപ്പെടുമ്പോൾ ഒരു രാജ്യമാണ് പരാജയപ്പെടുന്നത്, ഒരു തലമുറയാണ് പരാജയപ്പെടുന്നത്. ദുരന്തപൂർണമായ ജീവിതമാണ് ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുക, സ്വസ്ഥത ഉണ്ടാവുമോ? ആ കുഞ്ഞുങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് കടക്കുകയും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ചെന്ന് പെടുകയും ചെയ്യുന്നത്. അവരെ കൊണ്ടുപോയി എത്തിക്കുന്നത് ആരാ? നമ്മളാ. കുഞ്ഞുങ്ങളുടെ കുറ്റമല്ല, അവരുടെ കുറ്റമല്ല. അതിനുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്, സൃഷ്ടിക്കുന്നത് നമ്മളാണ്. ഈ സമൂഹമാണ്, നമ്മുടെ കുടുംബമാണ്. അത് മാറണമെങ്കിൽ എന്ത് ചെയ്യണം, ആരോഗ്യകരമായ ഒരു പശ്ചാത്തലം ഉണ്ടാകാൻ കഴിയണം. അപ്പോൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ഇതേ കാര്യങ്ങളെപ്പറ്റി അറിയുവാനും ആ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി ഓരോ പ്രായത്തിനനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത്.